നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. വയനാട് ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജൻ. റവന്യൂ ഓഫീസുകൾ സമഗ്ര മാറ്റത്തിലെന്ന് മന്ത്രി കെ രാജൻ. ഡിജിറ്റൽ സർവേ സംവിധാനം കാര്യക്ഷമമെന്ന് വിലയിരുത്തി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥ സംഘം. കൂടരഞ്ഞി വില്ലേജ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത അതിജീവിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം ഡിസംബറോടെ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. എൽസ്റ്റണിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടൗൺഷിപ്പിൽ ഒരുക്കുന്ന 410 വീടുകളിലായി 1662 ആളുകൾക്കാണ് തണലൊരുങ്ങുന്നത്. ഇതിൽ 140 വീടുകൾക്ക് 7 സെന്റ് വീതമുള്ള അതിർത്തി നിശ്ചയിച്ചു. 51 വീടുകളുടെ അടിത്തറയും 54 വീടുകളുടെ ഡൈനാമിക് കോണ പെനട്രേഷൻ ടെസ്റ്റും 41 വീടുകളുടെ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റും പൂർത്തിയാക്കി. 19 വീടുകൾക്കായുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ സ്ഥലമൊരുക്കൽ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയായതിനാൽ മാതൃകാ വീടിന്റെ നിർമ്മാണം ജൂലൈയോടെ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 110 തൊഴിലാളികളാണ് നിലവിൽ എൽസ്റ്റണിൽ ജോലി ചെയ്യുന്നത്. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ വരും ദിവസങ്ങളിൽ കൂടുതൽ തൊഴിലാളികളുടെ സേവനം ഉറപ്പാക്കും. 5 സോണുകളിലായി 410 വീടുകളാണ് ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്നത്. ആദ്യ സോണിൽ 140, രണ്ടാം സോണിൽ 51, മൂന്നാം സോണിൽ 55, നാലാം സോണിൽ 51, അഞ്ചാം സോണിൽ 113 വീടുകളാണ് ഉള്ളത്. ജൂലൈയിൽ 3 സോണുകളിലെയും പ്രവൃത്തികൾ ഒരുമിച്ച് ആരംഭിക്കുവാൻ നടപടികൾ സ്വീകരിക്കും. വീടുകളുടെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷമാണ് ടൗൺഷിപ്പിലെ മറ്റടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ടൗൺഷിപ്പിലെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടാത്ത പടവെട്ടിക്കുന്നിലെ ആളുകളുടെ ആവശ്യം പരിശോധിക്കുമെന്നും ദുരന്തബാധിതരെ സർക്കാർ കൈവിടില്ലെന്നും മന്ത്രി പറഞ്ഞു. ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കാനുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എടുത്തിട്ടില്ലെന്നും വീട് നിർമ്മിക്കാനുള്ള തുക സൂക്ഷിക്കാൻ പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു. ഇത് പരിശോധിക്കാൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സ്പോൺസർമാരുടെ പ്രതിനിധി എന്നിവർ ഉൾപ്പെട്ട സമിതി പ്രവർത്തിക്കുന്നുണ്ട്. സമിതിയുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേർന്ന് സുതാര്യത ഉറപ്പാക്കും. ഇത് സംബന്ധിച്ച് ആർക്കും കൃത്യമായ പരിശോധന നടത്താം. ടൗൺഷിപ്പ് പൂർത്തീകരിക്കുമ്പോൾ ബോർഡ് സ്ഥാപിച്ച് സ്പോൺസർമാരുടെ പൂർണ്ണമായ വിവരങ്ങൾ പ്രദർശിപ്പിക്കും. ജീവനോപാധിയായി നൽകുന്ന 300 രൂപ ദിവസവേതന ഭത്ത അർഹരായ എല്ലാവർക്കും വിതരണം ചെയ്യും. എല്ലാവർക്കും കൂട്ടായ്മയോടെ താമസിക്കുവാനാണ് എൽസ്റ്റണിൽ സർക്കാർ സ്ഥലം കണ്ടെത്തിയത്. സന്നദ്ധ സംഘടനകൾ വീട് നിർമ്മിച്ച് നൽകുമെന്ന വ്യവസ്ഥയിൽ സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചവർ സംഘടനകൾ ലഭ്യമാക്കുന്ന ഭൂമിക്ക് കൃത്യമായ രേഖകൾ ഉറപ്പാക്കണം. ജില്ലയിലെ അധിക ഭൂമിയും ഭൂപരിഷ്കരണ നിയമം 12(3) പ്രകാരം തോട്ടം മേഖലയായി ലഭിച്ചവയാണ്. ഇത്തരം ഭൂമിയുടെ തുടരംഗീകാരം ലഭ്യമാക്കാൻ റവന്യൂ വകുപ്പിന് സാധ്യമല്ലെന്നും പ്ലാന്റേഷൻ ഭൂമി മുറിച്ച് വിൽപ്പന ചെയ്യുന്നതിൽ നിയമവ്യവസ്ഥയുണ്ടെന്നും മന്ത്രി അറിയിച്ചു. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ DR മേഘശ്രീ, ADM K ദേവകി, സബ് കളക്ടർ മിസാൽ സാഗർ ഭരത്, അസിസ്റ്റന്റ് കളക്ടർ PP അർച്ചന എന്നിവർ പങ്കെടുത്തു. റവന്യൂ ഓഫീസുകൾ സമഗ്ര മാറ്റത്തിലെന്ന് മന്ത്രി കെ രാജൻ. ജനങ്ങൾക്ക് വേഗത്തിൽ സേവനങ്ങൾ എത്തിക്കുവാൻ പര്യാപ്തമാക്കും വിധം സമഗ്ര മാറ്റത്തിലൂടെയാണ് റവന്യൂ വകുപ്പ് കടന്നു പോകുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയായ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ നാടിന് സമർപ്പിച്ചും പുതിയ വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തും സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി നേരിട്ടിടപെടുന്ന ഓഫീസുകൾ എന്ന നിലയിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വില്ലേജ് ഓഫീസുകളെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. സംസ്ഥാനത്ത് ഇതിനകം തന്നെ 600-ലധികം വില്ലേജുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി പരിവർത്തനം ചെയ്തു കഴിഞ്ഞു. വിവിധ പദ്ധതികളിലായി കൂടുതൽ ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു വരികയാണ്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രാദേശിക വിഷയങ്ങൾ ചർച്ച നടത്തി പരിഹാരം കാണുന്നതിനും പ്രവർത്തനങ്ങൾ ജനകീയമാക്കുന്നതിനുമായി വില്ലേജ് തല ജനകീയ സമിതികളും രൂപീകരിച്ചു. മേൽനോട്ടത്തിനായി താലൂക്ക് തലത്തിൽ ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകിയിട്ടുണ്ട്. പട്ടയ അസംബ്ലികളിലൂടെ ഓരോ നിയോജക മണ്ഡലത്തിലെയും പട്ടയ പ്രശ്നങ്ങൾ പ്രത്യേകമായി പരിശോധിച്ച് പരിഹാരം കാണുന്നതിനും നടപടി സ്വീകരിച്ചു.
താഴെത്തട്ടിൽ പരിഹാരമാകാത്ത വിഷയങ്ങൾ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിച്ച് ഒട്ടേറെ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും കഴിഞ്ഞു. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് കഴിഞ്ഞ 4 വർഷത്തിൽ 2,23,945 പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി. അർഹരായ മുഴുവൻ പേർക്കും വേഗത്തിൽ പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്നതോടെ റവന്യൂ ഭരണ രംഗത്ത് കൂടുതൽ കാര്യക്ഷമത കൈവരിക്കാനുമാകും. വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നടന്ന ചടങ്ങിൽ ബന്ധപ്പെട്ട MLA-മാർ അധ്യക്ഷത വഹിച്ചു. വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ ഡിജിറ്റൽ സർവേ സംവിധാനത്തെ അഭിനന്ദിച്ച് ഇതര സംസ്ഥാനങ്ങളിലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഭൂമി ദേശീയ കോൺക്ലേവിന്റെ ഭാഗമായി രാജ്യത്ത് 23 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലെ 3ാം ഘട്ട ഡിജിറ്റൽ സർവേ നടക്കുന്ന കോട്ടുകാൽ, മീനാട്, ആദിനാട്, ആര്യാട് തെക്ക്, എടക്കയ്യൂർ എന്നീ വില്ലേജ് ഓഫീസുകൾ സന്ദർശിച്ചു. കേരളത്തിലെ ഡിജിറ്റൽ സർവേ സംവിധാനം വളരെ കാര്യക്ഷമവും നൂതനവുമാണെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തി. കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും അവർ വ്യക്തമാക്കി. 23 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 127 പ്രതിനിധികൾ 4 ടീമുകളായാണ് ജില്ലകൾ സന്ദർശിച്ചത്. കൂടരിഞ്ഞി വില്ലേജ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. വില്ലേജ് ഓഫീസുകൾ മുതൽ സെക്രട്ടേറിയറ്റ് വരെ മുഴുവൻ റവന്യൂ ഓഫീസുകളും സ്മാർട്ട് ആകുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ജീവനക്കാർക്ക് സൗകര്യപ്രദമായ താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യം നടപ്പിലാക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തോടെ പ്രവർത്തിക്കുന്ന റവന്യൂ വകുപ്പിലെ ജീവനക്കാർക്ക് കൂടുതൽ ആവേശത്തോടെ പ്രവർത്തിക്കുവാൻ ഇതിലൂടെ സാധിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. മലയോര മേഖലയിൽ വില്ലേജ് ഓഫീസുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 25 ലക്ഷം രൂപ ചെലവിട്ടാണ് 2 നിലകളിലായി സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.